അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഡോക്ടർ റാബിയ, അൽഹനാൻ മെഡിക്കൽ സെന്ററിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് നവംബർ 14 ലോക പ്രമേഹ ദിനം. പ്രമേഹ രോഗം നമുക്കെല്ലാം പരിചിതമാണ്. എന്നാൽ കുട്ടികൾക്ക് പ്രമേഹം ബാധിക്കുമോ? അതും മുതിർന്നവരുടെ പ്രമേഹവും സമമാണോ? പ്രമേഹം 2 തരമുണ്ട്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റിസ്, അഥവാ നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ. ഇത് കൂടുതൽ കുട്ടികളിലാണ് നാം കാണാറുള്ളത്. ജനിതകപരമായ പല കാരണങ്ങളാണ് ഇതിൽ പിന്നിൽ. ഇത് തടയാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നേരത്തെ കണ്ടെത്തി കൃത്യമായ ചികിത്സ തേടിയാൽ ഈ കുട്ടികൾക്കും മറ്റുള്ളവരെ പോലെ സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ? ഒന്ന്, അമിതദാഹം, അമിതമൂത്രം, രാത്രി ഇടയ്ക്കിടെ ഉണർന്ന് മൂത്രം ഒഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക, സാധാരണയിൽ കവിഞ്ഞ ക്ഷീണം, ശരീരഭാരം പെട്ടെന്ന് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടറിനെ സമീപിച്ച് നിങ്ങളുടെ കുട്ടിക്ക് ഡയബറ്റീസ് ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇൻസുലിന് കാര്യക്ഷമമായി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇതാണ് മുതിർന്നവരിൽ നാം കാണപ്പെടുന്നത്. പക്ഷേ സമീപകാലങ്ങളിലായി ടൈപ്പ് 2 ഡയബറ്റീസ് കുട്ടികളിലും കൗമാരക്കാരിലും ക്രമാതീതമായി കൂടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് പേടിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. മാറിയ ജീവിതശൈലിയും ഭക്ഷണ രീതിയുമാണ് ഇതിന് പിന്നിൽ. ഒരു പരിധിവരെ നമുക്കിതിനെ തടയാൻ പറ്റും. ഒന്ന് ആലോചിച്ചു നോക്കൂ. കുട്ടികൾ അവരുടെ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചേയുള്ളൂ. ഇനിയും 40-60 വർഷം അവർക്ക് ജീവിക്കേണ്ടതുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ രോഗികളായാൽ അത് അവരുടെ മാനസിക വളർച്ചയെയും പ്രൊഡക്ടിവിറ്റിയെയും ബാധിക്കും. മാത്രമല്ല, വേഗം ഹൃദ്രോഗികളും കിഡ്നി രോഗികളുമായി ജീവിതം തള്ളി നീക്കേണ്ടതും വരും. സോ നൊടിയിലെ നാം ഇതിനെ വീടുമാറ്റിയേ പറ്റും. അതിൽ നാം കുട്ടികളിൽ ദിവസവും മിനിമം അരമണിക്കൂറെങ്കിലും ശരീരം അനങ്ങുന്ന കളികളിൽ കുട്ടികളെ ഏർപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ ഫുട്ബോൾ, സൈക്ലിംഗ്, സ്വിമ്മിംഗ്, സ്കിപ്പിംഗ് മുതലായവ. സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കുക. സ്ക്രീൻ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം പാടെ ഒഴിവാക്കുക. പിന്നെ ഫാസ്റ്റ് ഫുഡ്, കാർബണേറ്റഡ് ബിവറേജസ് എന്നിവ പരമാവധി കുറയ്ക്കുക. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങളുടെ മക്കൾ പ്രായത്തിൽ കവിഞ്ഞ തടി അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ കഴുത്തിന് പിന്നിൽ കറുത്ത പാട് ശ്രദ്ധയിലോ പെട്ടാൽ ഡോക്ടറിനെ സമീപിച്ച് ഷുഗർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ മുതലായവ സ്ക്രീൻ ചെയ്യേണ്ടതാണ്. അത് മെറ്റബോളിക് സിൻഡ്രോം അഥവാ ഡയബറ്റീസ്, കൊളസ്ട്രോൾ എന്നിവ ഉള്ളിലിരിപ്പുണ്ട് അല്ലെങ്കിൽ സമീപകാലത്ത് വരാൻ ചാൻസ് ഉണ്ട് എന്നതിന് ഒരു സൂചന മാത്രമാണ്. എന്നാൽ നമ്മുടെ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഇതൊക്കെ അഡൽട്ട് ഡിസേർവ്ഡ് ഡിസീസ് എന്നാണ്. വെയിറ്റ് ചെയ്യാതെ ഡോക്ടറിനെ സമീപിച്ച് കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾക്ക് സ്ക്രീനിങ് ചെയ്യുക. നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി സമ്മാനിക്കാം. താങ്ക് യു.